പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യും. എല്ലാ കമ്മോഡിറ്റീസിനും ഏകദേശം അങ്ങനെ തന്നെയാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ദസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു പ്രൈസ്. അതൊക്കെ നമുക്കറിയാം അല്ലേ. പ്രൈസും അതേപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് നെഗറ്റീവ് റിലേഷനാണ് തമ്മിലുള്ളത്. ഓക്കെ. ദെൻ സെക്കൻഡ് ഈസ് ഇൻകം ഡിമാൻഡ്. അപ്പോൾ പ്രൈസ് ഡിമാൻഡുമായിട്ട് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇൻകം ഡിമാൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻകം ഡിമാൻഡ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇൻകം ഓഫ് എ കൺസ്യൂമർ. ഒരു കൺസ്യൂമറുടെ ഇൻകം അതേപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റിയും തമ്മിൽ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബാക്കിയുള്ള ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് പറയും. അപ്പോൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് പ്രൈസിന് പകരം എന്താണ്, കൺസ്യൂമറുടെ ഇൻകമാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻകം ജനറലി ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ കമ്മോഡിറ്റീസ്. ഒരാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. ഓക്കെ. നോർമൽ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസസ് വെൻ ഇൻകം ഇൻക്രീസസ് ആൻഡ് ഡിക്രീസ് ഇൻ ഇൻകം കോസസ് എ റിഡക്ഷൻ ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇപ്പോൾ നോർമൽ ഗുഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടും. അതേപോലെ ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യും. ദസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ നോർമൽ ഗുഡ് ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ഇൻകം. അപ്പോൾ ഒരു നോർമൽ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻകമായിട്ട് എന്താണ്, ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്, നേരിട്ടുള്ള ഒരു ബന്ധമാണ്. ഒന്ന് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കൺസ്യൂമറുടെ ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. കുറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയും ചെയ്യും. ഇനി ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസ് നോക്കാം. ഇൻഫീരിയർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഡിക്രീസസ് when income increases and a decrease in income causes an increase in demand. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡിമാൻഡ് എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുന്നത്, ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കൺസ്യൂമറുടെ ഇൻകം വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറയുന്നതാണെങ്കിൽ ആ കമ്മോഡിറ്റി ഇൻഫീരിയർ ഗുഡ്സ് ആണ്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്താണ്, ഇൻഫീരിയർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് whose demand decreases when income increases and a decrease in income causes an increase in demand. ഇപ്പോൾ ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൺസ്യൂമറുടെ ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഒരു കൺസ്യൂമറുടെ ഇൻകം കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കുറയുകയും ചെയ്യും. അതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. Thus, quantity demanded of an inferior good is inversely related to income. അപ്പോൾ ഇൻഫീരിയർ ഗുഡിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും അതേപോലെ ഇൻകം തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ ടേപ്പിയക്കോ, അപ്പോൾ നമ്മൾ ഇൻകം കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഫുഡ് ഐറ്റത്തിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും. ഇൻകം കുറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ടേപ്പിയക്കോ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഓക്കെ, അതാണ് ഇൻഫീരിയർ ഗുഡിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാറുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് ക്രോസ് ഡിമാൻഡ്. അപ്പോൾ ക്രോസ് ഡിമാൻഡ് റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് വൺ കമ്മോഡിറ്റി ആൻഡ് ദ പ്രൈസ് ഓഫ് എ റിലേറ്റഡ് കമ്മോഡിറ്റി. അപ്പോൾ ക്രോസ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സുമാണ്. അപ്പോൾ ക്രോസ് ഡിമാൻഡ് റെഫേഴ്സ് അതിലെന്താ കാണിക്കുന്നത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് വൺ കമ്മോഡിറ്റി ആൻഡ് ദ പ്രൈസ് ഓഫ് എ റിലേറ്റഡ് കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും അതേപോലെ തന്നെ മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൈസും തമ്മിൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏത് തമ്മിൽ റിലേഷൻഷിപ്പ് ഓർത്ത് വെക്കേണ്ടത്, ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും വേറൊരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വരുന്ന മാറ്റും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ക്രോസ് ഡിമാൻഡിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെയും കമ്മോഡിറ്റിയുടെ കമ്മോഡിറ്റിയുടെ എല്ലാ ഡിമാൻഡിൻ്റെ ബാക്കിയുള്ള ഡിറ്റർമിനൻസിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിലേറ്റഡ് കമ്മോഡിറ്റീസ് നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്നും കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. അപ്പോൾ രണ്ട് ഗുഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ്, ഒരു ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യാത്ത കമ്മോഡിറ്റി എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ വാങ്ങും അല്ലേ. അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വർധനവ് വന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു കമ്മോഡിറ്റി നമ്മൾ കൂടുതൽ വാങ്ങും. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് വെൻ ദ പ്രൈസ് ഓഫ് എ ടീ ഗോസ് അപ്പ് ദ ഡിമാൻഡ് ഫോർ കോഫി ഗോസ് അപ്പ്. ടീ ആൻഡ് കോഫി ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇപ്പോൾ ടീ ആൻഡ് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് നമുക്കറിയാം. അപ്പോൾ ടീയുടെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കോഫിയുടെ ഡിമാൻഡ് കൂടുന്നു അല്ലേ. അപ്പോൾ ടീ വാങ്ങുന്നത് നമ്മൾ കുറക്കും. പൊതുവേ നമുക്ക് വാങ്ങാൻ കഴിയുന്നത്, പകരം വെക്കാൻ കഴിയുന്നത് കോഫി ആയതുകൊണ്ട് അതിൻ്റെ ഡിമാൻഡ് കൂടുന്നു.
ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിളാണ് കേട്ടോ. ദെൻ കോംപ്ലിമെൻറ്റ്സ് ഗുഡ്സ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഗുഡ്സ് ഒരുമിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ the goods are consumed together. If two goods are complements, an increase in the price of one leads to a decrease in the demand for other. ഇപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്, കോംപ്ലിമെൻ്ററി ഗുഡ്സിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ കമ്മോഡിറ്റി വെറുതെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് when the price of tea goes up, the demand for lemon declines. ഇപ്പോൾ ടീയുടെ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ലെമണിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ടീ ആൻഡ് ലെമൺ ആർ കോംപ്ലിമെൻറ്റ്സ്. അപ്പോൾ ടീയും ലെമനും കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെമണിന് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്നുള്ളതിൽ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് ഡിമാൻഡ്. Direct demand refers to demand for final goods. Goods which are purchased for final consumption are called final goods. The demand for consumers good is direct demand. ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ഫോർ ഫൈനൽ ഗുഡ്സ് ആണ്. ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ഫൈനൽ കൺസംഷൻ ആർ കോൾഡ് ഫൈനൽ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സിൻ്റെ ഡിമാൻഡിനെയാണ് ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഏതാണോ, നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഏതാണോ അതാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ് ഈസ് ഡയറക്റ്റ് ഡിമാൻഡ്. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡിമാൻഡാണ്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിയിട്ട് അത് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഫൈനൽ ഗുഡ് അല്ല. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൺസ്യൂമർ ഗുഡ്സ്, അതാണ് ഫൈനൽ ഗുഡ്സ്, ഫൈനൽ കൺസംഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഫിഫ്ത്ത് വൺ ഈസ് ഡിറൈവ്ഡ് ഡിമാൻഡ്. ഡിറൈവ്ഡ് ഡിമാൻഡ് ഓർ ഇൻഡയറക്റ്റ് ഡിമാൻഡ്. By derived demand, we mean that the demand for one commodity depends on and is derived from the demand for another. The demand for capital goods is derived from the demand for consumer goods. അപ്പോൾ ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഡിമാൻഡ് ഫോർ വൺ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ആൻഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഡിമാൻഡ് ഫോർ അനദർ. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ആശ്രയിച്ചിരിക്കുന്നത് വേറൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനനുസരിച്ചിട്ടാണ്. ഒരു കമ്മോഡിറ്റി എത്ര ഡിമാൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് വേറൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഡിറൈവ് ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സിൽ നിന്നാണ്. അത് ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഡിറൈവ്ഡ് ഡിമാൻഡ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിറൈവ്ഡ് ഡിമാൻഡാണ്. അതായത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിൽക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് എത്ര ഡിമാൻഡ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത്. ആ ഡിമാൻഡിനനുസരിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കമ്പനീസ് അല്ലെങ്കിൽ ഫേം എടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ലേബർ കൂടുതലായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ലേബർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നല്ല ചിലവായി പോകുന്നുണ്ടെങ്കിൽ ലേബറിനുള്ള ഡിമാൻഡ് കൂടുന്നു. അതാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കോമ്പോസിറ്റ് ഡിമാൻഡ്. A commodity is said to have composite demand when it can be used for many purposes. For example, the demand for electricity is composite demand, and as electricity has many uses as energy in industries, lighting, heating, etc. ഇപ്പോൾ ഒരു കമ്മോഡിറ്റി കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് ആ ഒരു കമ്മോഡിറ്റി പല ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഡിമാൻഡ് ഫോർ ഇലക്ട്രിസിറ്റി ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലേ. ആസ് എനർജി ഇൻ ഇൻഡസ്ട്രീസ്, ലൈറ്റിംഗ്, ഹീറ്റിംഗ്, അതൊക്കെ ഇലക്ട്രിസിറ്റിൻ്റെ യൂസസ് ആണ്. അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ജോയിൻറ്റ് ഡിമാൻഡ്. ജോയിൻറ്റ് ഡിമാൻഡ് റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ കമ്മോഡിറ്റീസ് ഓർ സർവീസ് വെൻ ദേ ആർ ഡിമാൻഡഡ് ടുഗദർ. അപ്പോൾ ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ ഒരുമിച്ച് ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് അതിനെ ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് ഡിമാൻഡ് ഫോർ കാർ ആൻഡ് പെട്രോൾ, പെൻ ആൻഡ് ബുക്ക്, ടീ ആൻഡ് ഷുഗർ എക്സെട്ര. ജോയിൻറ്റ് ഡിമാൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഗുഡ്സ്, രണ്ടും ഒരുമിച്ച് വാങ്ങുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മോഡിറ്റീസ് ഒരുമിച്ച് ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ജോയിൻറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഡിമാൻഡിൽ വരുന്നത്. ഏതൊക്കെയാണ്? പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്, ഡയറക്റ്റ് ഡിമാൻഡ്, ഡിറൈവ്ഡ് ഡിമാൻഡ്, കോമ്പോസിറ്റ് ഡിമാൻഡ് ആൻഡ് ജോയിൻറ്റ് ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സംഷൻ ടു ദി ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിന് എതിരെ വരുന്ന കേസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിൽ നമുക്കറിയാം പ്രൈസും അതേപോലെ ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയും ചെയ്യും. അപ്പോൾ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ലോ ഓഫ് ഡിമാൻഡ്.
ഡിമാൻഡിൽ പറയുന്നത്. അപ്പോൾ അതിനെതിരെ വരുന്ന കേസുകൾ ഏതൊക്കെയാണ്, അതല്ലാത്ത രീതിയിൽ വരുന്ന കേസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോൺസ്പിക്കസ് കൺസംഷൻ. ഇപ്പോൾ കോൺസ്പിക്കസ് കൺസംഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് വെബ്ലനാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇഫ് കൺസ്യൂമേഴ്സ് മെഷർ ദ ഡിസൈറബിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി എക്സ്ക്ലൂസീവ്ലി ബൈ ഇറ്റ്സ് പ്രൈസ് ദെൻ ദേ വിൽ ബൈ ലെസ് ഓഫ് ദി കമ്മോഡിറ്റി അറ്റ് ലോ പ്രൈസ് ആൻഡ് മോർ അറ്റ് എ ഹയർ പ്രൈസ്. അപ്പോൾ കോൺസ്പിക്കസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ ഒരു കമ്മോഡിറ്റി വാങ്ങണം, അതിനോടുള്ളൊരു ആഗ്രഹം പ്രൈസ് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മോഡിറ്റി ലോ പ്രൈസിലാവുമ്പോൾ അവർ കുറച്ചേ വാങ്ങുള്ളൂ, അതേപോലെ ഹൈ പ്രൈസിലാവുമ്പോൾ കൂടുതൽ വാങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു കമ്മോഡിറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു കൺസ്യൂമറുടെ സ്വഭാവമാണ്. അതായത് ബാക്കിയുള്ള ഹൈ പ്രൈസ് ഗുഡിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ട് ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡയമണ്ടൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഹൈ പ്രൈസ് ആണല്ലോ, ആ ഹൈ പ്രൈസ് വാങ്ങിയിട്ട് എനിക്ക് എത്രത്തോളം കൺസ്യൂം ചെയ്യാൻ കഴിയും എന്നുള്ള ബാക്കിയുള്ളവരുടെ മുന്നിൽ നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുക, ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോൺസ്പിക്കസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പുള്ള കോൺസ്പിക്കസ് കൺസംഷനാണ് വെബ്ലൻ ഇഫക്റ്റ്. ദ ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി വേരീസ് ഡയറക്റ്റ്ലി വിത്ത് പ്രൈസ്. അപ്പോൾ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് വേരി ചെയ്യുന്നത് പ്രൈസിന് ഡയറക്റ്റ് ആയിട്ടാണ് വേരി ചെയ്യുന്നത്. അതായത് പ്രൈസ് കൂടുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യും, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയും ചെയ്യും. Okay, thus an exceptional demand curve is a positively sloping curve as shown in the following diagram. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡയമണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതായത് ഡിമാൻഡ് കർവ് വരുന്നത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ഡിമാൻഡ് കർവ് ആയിരിക്കും. അപ്പോൾ പ്രൈസ് കൂടുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കൺസ്യൂമേഴ്സിൻ്റെ ലക്ഷ്യം എന്താണ്? ഇത്രത്തോളം വില ഉണ്ടെങ്കിലും എനിക്ക് ആ സാധനം വാങ്ങാം എന്നുള്ളത് ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, then second one is Giffen goods. Robert Giffen observed that an increase in the price of potatoes led to an increase in the quantity demanded during the famine of 1848 in Ireland. റോബർട്ട് ഗിഫൺ എന്നുള്ള ഒരാളാണ് ഗിഫൺ ഗുഡ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഒബ്സർവ് ചെയ്തപ്പോൾ 1848 അയർലൻഡിലെ ഫാമിലിൽ ക്ഷാമം ഉണ്ടായപ്പോഴും പൊട്ടറ്റോസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോഴും അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തേക്കാണ്, ഇൻക്രീസ് ചെയ്തേക്കാണ്. 1848 അയർലൻഡിൽ ഒരു ഫേമിൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് പൊട്ടറ്റോയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. പക്ഷേ പൊട്ടറ്റോയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്തേക്കാണ്, ഇൻക്രീസ് ചെയ്തേക്കാണ്, അത് കുറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഐറിഷ് പെസൻട്രിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഫുഡ് ഐറ്റമാണ് പൊട്ടറ്റോസ് എന്ന് പറയുന്നത്. അത് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ കൂടുതൽ പൊട്ടറ്റോസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളുടെ കൺസംഷൻ കുറച്ചുകൊണ്ട് ആ ഒരു കൺസംഷൻ കുറച്ചതിനുള്ള അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, അത് പൊട്ടറ്റോസ് വാങ്ങാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. മോർ പൊട്ടറ്റോസ് were consumed when the price rose because potatoes were still the cheapest source of food. That is, at the higher price of potatoes, the consumers were forced to curtail the purchase of more expensive foods and buy still more potatoes. അപ്പോൾ ബാക്കിയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത് കുറച്ചിട്ട് പൊട്ടറ്റോസ് വാങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകളും ഡിമാൻഡ് ചെയ്തു എന്നുള്ളതാണ്. A subsequent decline in the price of potatoes led to a reduction of demand for that food item. In the case of given goods, the demand curve slopes in the upward direction. Given goodsന്റെ കേസിലും ഡിമാൻഡ് കർവ് അപ്വേർഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. A given good is defined as a good of which the quantity demanded increases as its price increases and fall as its price falls. അപ്പോൾ given goodനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് a good of which the quantity demanded increases as its price increases and falls as its price falls. Then third is goods with uncertain product quality. There are many goods whose quality is unknown to the consumers. ഒരുപാട് ഗുഡ്സ് ഉണ്ട്, അതിൻ്റെ ഒന്നും ക്വാളിറ്റി നമുക്ക് കൺസ്യൂമേഴ്സിന് അറിയാൻ പറ്റാത്തത്. ദ കൺസ്യൂമേഴ്സ് ജഡ്ജ് ദ ക്വാളിറ്റി ഓഫ് സച്ച് ഗുഡ്സ് ബൈ ദെയർ പ്രൈസ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ആ ഒരു ഗുഡ്സിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നോക്കുന്നത്, അതിൻ്റെ പ്രൈസ് എത്രയാണോ എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സിൻസ് ദ പ്രൈസസ് ആക്ട് ആസ് സിഗ്നൽസ് ഓഫ് ക്വാളിറ്റി, ദ കൺസ്യൂമേഴ്സ് tend to assume that quality has gone up when the prices are raised. Hence the consumers demand more of that commodity at a higher price. ഇപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല, സാധനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചില ആളുകൾ ചിന്തിക്കുന്നത് അതിൻ്റെ പ്രൈസിലായിരിക്കും അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്. ഹൈ പ്രൈസ് ഉണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി, ലോ പ്രൈസ് ആണെങ്കിൽ ലോ ക്വാളിറ്റി എന്നുള്ളൊരു ചിന്തയാണ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലുള്ളത്.
ഓക്കെ, ഇപ്പോൾ ഹൈ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നു. ലോ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ലോ ഡിമാൻഡ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഹൈ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക ഇത് നല്ല ക്വാളിറ്റിയാണ് എന്നുള്ളത്. ലോ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ലോ ക്വാളിറ്റി ആണെന്ന് കരുതും. അതന്നെ. ദെൻ ഫോർത്ത് ഈസ് പ്രൈസ് എക്സ്പെക്റ്റേഷൻ. If the price of a commodity is increasing and further increases are expected, consumers will buy more of the commodity at a higher price. ഇപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ഇൻക്രീസ് ചെയ്യും, ഫ്യൂച്ചറിലും ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഹൈ പ്രൈസ് എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സ് കൂടുതൽ വാങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ പ്രൈസസ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ഷെയർസ്. ഷെയർ പ്രൈസും ഡിമാൻഡ് ഫോർ ഷെയർസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എക്സെപ്ഷൻ ടു ലോ ഓഫ് ഡിമാൻഡ് വരുന്നത്. ഓർത്ത് വെക്കുന്നത് കോൺസ്പിക്യസ് കൺസംഷൻ, ദെൻ ഗിഫൺ ഗുഡ്, ദെൻ ഗുഡ്സ് വിത്ത് അൺസർട്ടൻ പ്രൊഡക്റ്റ് ക്വാളിറ്റി, പ്രൈസ് എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന 2 ഇഫക്റ്റുകളും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്, ബാൻഡ് വാഗൺ ആൻഡ് സ്റ്റോബിങ്. നെക്സ്റ്റ് നമ്മൾ ബാൻഡ് വാഗൺ ആൻഡ് സ്നോബ് ഇഫക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാൻഡ് വാഗൺ ആൻഡ് സ്നോബ് ഇഫക്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഹാർവേ ലെബൻസ്റ്റൈൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ്. ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്താണ്, അതേപോലെ സ്നോബ് ഇഫക്റ്റ് എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ബാൻഡ് വാഗൺ ഇഫക്റ്റ്. അപ്പോൾ ബാൻഡ് വാഗൺ ഇഫക്റ്റ് റെഫേഴ്സ് ടു ദ ടെൻഡൻസി ഓഫ് സം പീപ്പിൾ ടു ഡിമാൻഡ് എ കമ്മോഡിറ്റി ബിക്കോസ് അതേഴ്സ് ആർ പർച്ചേസിങ് ഇറ്റ്. ഫോർത്ത് ഡെഫിനേഷൻ എന്താണ്, ബാൻഡ് വാഗൺ ഇഫക്റ്റ് റെഫേഴ്സ് ടു ടെൻഡൻസി ഓഫ് സം പീപ്പിൾ ടു ഡിമാൻഡ് എ കമ്മോഡിറ്റി ബിക്കോസ് അതേഴ്സ് ആർ പർച്ചേസിങ് ഇറ്റ്. ബാക്കിയുള്ളവർ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനം എന്ത് ചെയ്യുക, വാങ്ങാനുള്ള ഒരു ടെൻഡൻസി, അതിനെയാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. In this case, a consumer desires more of a commodity because he observes other consumers using this good. എന്താ പറയുന്നത് വെച്ചാൽ ഒരു കൺസ്യൂമർ ബാക്കിയുള്ളവർ വാങ്ങുന്ന ഒരു സാധനം വാങ്ങുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കത് വാങ്ങാം, അത് വാങ്ങാനൊരു ടെൻഡൻസി ഒരു കൺസ്യൂമേഴ്സിന് ഉണ്ടാവുക, അത് വാങ്ങാനൊരു ആഗ്രഹം കൺസ്യൂമേഴ്സിന് ഉണ്ടാവുക, അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതും വാങ്ങുന്നതുമാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. This may be the case because the consumer wants to be in style, because he admires those who are already consuming the good, or because he feels that the good must be superior if so many other consumers uses it. ഇപ്പോൾ കുറേ ആളുകൾ ആ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്കത് വാങ്ങാൻ ഒരു ആഗ്രഹം വരിക. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു സാധനം സുപ്പീരിയർ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഈ ഒരു കൺസ്യൂമറുടെ അടുത്ത് വരികയാണ്. Okay, but the bandwagon effect leads to a greater consumption of the good at any given price by all consumers than would have been the case in the absence of this effect. എത്രയാണോ പ്രൈസ് എന്നുള്ളതല്ല, ബാക്കിയുള്ള ആളുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു സാധനം ഒരു കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കാനുള്ളത്, ബാൻഡ് വാഗണും സ്നോബ് ഇഫക്റ്റും തമ്മിൽ മാറിപ്പോവാതിരിക്കാനുള്ള ഒരു ചെറിയ ട്രിക്കും കൂടെ പറയാം. ബാൻഡ് എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നീണ്ടു പോകുന്നതാണ്, നമുക്കത് ഒന്നുകൂടി വലിച്ചു നീട്ടാൻ പറ്റും. അതേപോലെയാണ് ബാൻഡ് വാഗൺ. എന്താണ്, ഡിമാൻഡ് കൂടുകയാണ്, അതായത് വേറെ കൺസ്യൂമേഴ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും കൂടി വാങ്ങുക. ഓക്കെ, ബാക്കിയുള്ളവർക്ക് കൂടി വാങ്ങാനുള്ള ടെൻഡൻസി വരുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ്. അപ്പോൾ ബാൻഡ് എന്ന് പറയുന്ന റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞാൽ നീണ്ടു പോകുന്ന, വലിച്ചാൽ നീണ്ടു പോകുന്നതാണ്. അപ്പോൾ ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കൂടുക. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സ്നോബ് ഇഫക്റ്റ്. Snob effect refers to the tendency of some people to buy less of a commodity to the extent that other consumers are buying more of this good. സ്നോബ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബാൻഡ് വാഗൺ ഇഫക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. കൂടുതൽ കൺസ്യൂമേഴ്സ് ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസംഷന് ഒരാൾ കുറക്കുക. ഓക്കെ, ചില ആളുകൾ എന്താണ്, ബാക്കിയുള്ളവരുടെ ആ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങാനൊരു ടെൻഡൻസി കുറക്കും. ദ സ്നോബ് ഇഫക്റ്റ് റിഫ്ലെക്ട്സ് ദ ഡിസയർ ഓഫ് മെനി പീപ്പിൾ ടു ബി ഡിഫറെൻ്റ് ആൻഡ് എക്സ്ക്ലൂസീവ്. ഈ ആളുകൾക്ക് ഒന്ന് എക്സ്ക്ലൂസീവായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസയർ ആയിരിക്കും ഉണ്ടാവുക. ദ സ്നോബ് ഇഫക്റ്റ് റിസൾട്ട് ഇൻ എ സ്മോളർ കൺസംഷൻ ഓഫ് ദി ഗുഡ് അറ്റ് എനി ഗിവൺ പ്രൈസ് ബൈ ഓൾ കൺസ്യൂമേഴ്സ് ദാൻ വുഡ് ഹാവ് ബീൻ ദ കേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദിസ് ഇഫക്റ്റ്. ദ സ്നോബ് ഇഫക്റ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദി ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ഇപ്പോൾ സ്നോബ് ഇഫക്റ്റിൽ ഓർത്ത് വെക്കേണ്ടത്, കൺസ്യൂമേഴ്സ് ഒരു സാധനം തന്നെ കൂടുതലായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നാൽ ചില കൺസ്യൂമേഴ്സ് അതിൻ്റെ ഡിമാൻഡ് കുറക്കുക, അതാണ് സ്നോബ് ഇഫക്റ്റ് കേട്ടോ. അപ്പോൾ ബാൻഡ് വാഗൺ ഇഫക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് സ്നോബ് ഇഫക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റിലും സ്നോബ് ഇഫക്റ്റിലും വരുന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഡിമാൻഡ്, then exception to the law of demand, bandwagon and snob effect. Bandwagon and snob effect രണ്ട് കൺസെപ്റ്റും കൊണ്ടുവന്നിട്ടുള്ളത് ഹാർവേ ലെബൻസ്റ്റൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ദാറ്റ്സ് ഓൾ.